25,000 രൂപ ഒന്ന് റെഡിയാക്കി തരാമോ പ്ലീസ്? ഞാൻ ആകെ പ്രശ്നത്തിലാണ്. കാശിന് വലിയ അത്യാവശ്യമുണ്ട്. മാസാമാസമായി ഞാൻ കൊടുത്തു തീർത്തോളാം. അശ്വതിയുടെ ആവശ്യം കേട്ട് അല്പസമയം മൗനമായി അനീഷ്. തൻ്റെ കയ്യിൽ കാശുണ്ട്. അത് വെറുതെ എടുത്തു കൊടുത്താൽ വെറും നന്ദി മാത്രം കിട്ടും. പക്ഷെ ഈ അവസരം മുതലെടുത്താൽ ഒരുപക്ഷെ അശ്വതിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയേക്കും. ഈ ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ. ഒരു മോഹമായി അവൾ അനീഷിൻ്റെ മനസ്സിൽ കയറിക്കൂടിയിട്ട് നാളുകൾ കുറേയായി. വിവാഹബന്ധം വേർപ്പെടുത്തി ജീവിക്കുന്ന അശ്വതിക്ക് ഒരു കുഞ്ഞു കൂടിയുണ്ട്. പണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച നാൾ തൊട്ട് ഉള്ളിൽ ആഗ്രഹവുമായി അവരുടെ പിന്നാലെ നടന്നിട്ടുള്ളതാണ് അനീഷ്. ഇന്നിപ്പോൾ തനിക്ക് കിട്ടിയേക്കുന്നത് ഒരു സുവർണ അവസരമാണെന്ന് അവൻ ഓർത്തു. അശ്വതി, ക്യാഷ് റെഡിയാക്കാൻ ഇച്ചിരി പാടാണ്. ഞാനൊന്ന് നോക്കട്ടെ, പരമാവധി ശ്രമിക്കാം. അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ കൊടുത്ത് മറുപടി നൽകിയ അനീഷ്. ഡാ, നീ ഒന്ന് റെഡിയാക്കി തന്നാൽ വലിയ ഉപകാരമാകും. ഞാൻ അത്രയ്ക്ക് പ്രശ്നത്തിലാണ്. അവനിൽ ഒരു പ്രതീക്ഷ തോന്നിയതിനാൽ തന്നെ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു അശ്വതി. എന്നാൽ അവസരം മുതലെടുത്ത് തൻ്റെ ആവശ്യം നേടിയെടുക്കാനുള്ള ശ്രമം പതിയെ ആരംഭിച്ചു അവൻ. എടോ, ക്യാഷ് എങ്ങനെയും ഞാൻ റെഡിയാക്കാം. പക്ഷെ എനിക്കെന്ത് കിട്ടും? നന്ദി മാത്രമാണോ? അതോ? വാക്കുകൾ പാതി മുറിക്കവേ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അശ്വതി. എന്താണ് നീ ഉദ്ദേശിച്ചേ? പലിശയാണോ? അത് സാരില്ല, എത്രയാന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം. ആ മറുപടിക്ക് മുന്നിൽ ഒരു നിമിഷം മൗനമായി അനീഷ്. ശേഷം പതിയെ തുടർന്നു. എടി, പലിശ ഒന്നും വേണ്ട. പക്ഷേ നീ എന്നോട് ഇച്ചിരി ഫ്രണ്ട്ലി ആകണം. ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ? വാക്കുകൾ മുറിച്ചൊന്ന് നോക്കവേ സംശയത്തോടെ അവനിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അശ്വതി. എടാ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അത് നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ഇതുപോലെ എന്താവശ്യവും നിനക്ക് എന്നോട് പറയാം. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അല്പം ഫ്രീ ആയി ഓപ്പണായും സംസാരിക്കണം. ഐ മീൻ സെക്സ് ഒക്കെ. ഒരു വിധം പറഞ്ഞൊപ്പിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ അല്പം ചളിപ്പ് തോന്നിയ അനീഷിന്. എന്നാൽ ഒക്കെയും കേട്ട് അല്പസമയം മൗനമായി തന്നെ നിന്നു അശ്വതി. എടാ, ഈ ഡിവോഴ്സായ സ്ത്രീകളോട് പൊതുവെ എല്ലാവർക്കും ഇതേ മനോഭാവം തന്നെയാണല്ലേ? എന്തും പറയാൻ ലൈസൻസ് ഉള്ള പോലെ. ആ ചോദ്യം അനീഷിനെ അല്പം പരുങ്ങലിലാക്കി. എടി, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. തൻ്റെ ഭാഗം അവൻ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മുഖത്തേക്ക് നോക്കി അശ്വതി പുഞ്ചിരിച്ചതോടെ വാക്കുകൾ പാതി മുറിഞ്ഞു. എടാ, എൻ്റെ കെട്ടിയോൻ്റെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങളുടെ ബന്ധം നല്ലതുപോലെ ആയിരുന്നപ്പോൾ അവരും വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്ന ബന്ധം വേർപ്പെടുത്തിയ പിന്നെയാണ് ഇവന്മാരുടെയൊക്കെ തനിനിറം പുറത്തേക്ക് വന്നത്. ഞാനതൊക്കെയും കണ്ടില്ല എന്നടിച്ചു ഒഴിവാക്കി. പക്ഷെ നീ ഇപ്പോൾ... ബാക്കി പറഞ്ഞില്ല അവൾ. ഒക്കെയും കേട്ടു നിന്ന അനീഷ് ആകട്ടെ ആകെ വിളറിപ്പോയി. എടി, അവസരം മുതലെടുത്തതല്ല. എനിക്ക് പണ്ടേ തോന്നിയൊരാഗ്രഹം പറഞ്ഞതാണ്. അവൻ്റെ വാക്കുകൾ പതറി. അനീഷ്, എൻ്റെ കൺസെപ്റ്റ് നീ പറഞ്ഞതുമായി യോജിക്കില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് എനിക്കും അങ്ങനെ പെരുമാറാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള വേവലാതികൾ മാത്രമേ ഉള്ളൂ. ക്യാഷ് ഞാൻ വേറെ ശ്രമിക്കാം. ഇത്തവണ അശ്വതി പറഞ്ഞു നിർത്തുമ്പോൾ തൻ്റെ തെറ്റ് പൂർണ്ണമായും മനസ്സിലാക്കിയ അനീഷ് വല്ലാത്ത കുറ്റബോധം അവൻ്റെ മനസ്സിനെ കുഴച്ചു. അശ്വതി, സോറി ഡി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ക്യാഷ് ഞാൻ റെഡിയാക്കാം. നീ ടെൻഷനാകേണ്ട. നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമാപണത്തോടെ അവൻ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അശ്വതി. ഡാ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ വേറെ നോക്കാം. നീ പറഞ്ഞ രീതി എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ വിവാഹബന്ധം പിരിഞ്ഞതിൻ്റെ കാരണം തന്നെ അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ്. അത് വിട്ടേക്ക് അശ്വതി. നീ ക്യാഷ് വരെ നോക്കണ്ട. ഞാൻ വൈകിട്ട് നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാം. അത്രയും പറഞ്ഞ് അനീഷ് തൻ്റെ ബൈക്കിലേക്ക് കയറി. ഞാൻ പോവാ, ഇച്ചിരി പണിയുണ്ട്. നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ. ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അല്പം ജാള്യതയോടെ തന്നെ അത് പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തവൻ അവിടെ നിന്നും പോയി. മൗനമായി അത് നോക്കി നിൽക്കെ അശ്വതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അപ്പോഴേക്കും അവളുടെ മൊബൈൽ ശബ്ദിച്ചു. ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ നമ്പർ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. എന്തായിടി കാര്യം? മറുതലക്കിലെ ചോദ്യം കേട്ട് പതിയെ മുന്നിലേക്ക് നടന്നു അശ്വതി. എന്താകാൻ? അവൻ നേരെ കമ്പി ലൈനുമായി തന്നെ വന്നു. പെട്ടെന്നങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ് തലതിരിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും ക്യാഷ് വൈകിട്ട് കിട്ടും. ആ മറുപടി കേൾക്കെ മറുതലക്കിൽ ഒരു പൊട്ടിച്ചിരി കേട്ടു. എടി, നിനക്ക് അവനെ വളച്ചു പിടിച്ച് വെച്ചൂടായിരുന്നോ? ക്യാഷുള്ള ചെക്കനാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ ഉപകാരമായനേലോ. ഓ, അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലടാ. അവനൊപ്പോൾ ഒരു സീക്രട്ട് റിലേഷൻ അത് സേഫല്ല. ആള് പൊട്ടനാണ്. ചിലപ്പോൾ അത് പാടിക്കൊണ്ട് നടന്നേക്കും.
അവസാനം എനിക്ക് തന്നെ പണിയാകും. പണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവന്. പിന്നെ നോക്കട്ടെ, മുന്നോട്ട് പോകുമ്പോൾ ചെക്കൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് ചൂണ്ടിയിട്ട് വയ്ക്കാം. എന്തായാലും ഞാൻ എപ്പോൾ യെസ് മൊഴിയാലും ആൾ റെഡിയാണ്. വഷളം ചിരിയോടെയാണ് അശ്വതി മറുപടി നൽകിയത്. അല്പസമയം കൂടി സംസാരിച്ച ശേഷം അവൾ കോള് കട്ടാക്കി. മോനെ അനീഷേ, നീ എൻ്റെ വരുതിയിലാകുന്നത് വരെ നിന്നെ ഞാനിട്ട് കറക്കും. മാക്സിമം കാശും നിന്റെ ഇന്ന് വലിപ്പിച്ചെടുക്കും. അതിനുള്ള ഐഡിയ ഒക്കെ എനിക്കറിയാം. ആത്മകഥത്തോടെ അവൾ പതിയെ തിരിഞ്ഞു നടന്നു. ഇതൊന്നും അറിയാതെ അനീഷാകട്ടെ ഉള്ളിലെ കുറ്റബോധത്തിനിടയിലും അശ്വതി എന്നേലും യെസ് മൂളുമെന്ന പ്രതീക്ഷയിൽ തന്നെ ബൈക്ക് ഓടിച്ചു പോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.